കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയാണ് PM ശ്രീ. അത് കേരളത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾക്ക് വലിയ CPIയുടെ ഭാഗത്തൊക്കെ വലിയ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ ആ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ PM ശ്രീ പദ്ധതിയിൽ ചേരാൻ കേരളം തയ്യാറെടുക്കുന്നു എന്നാണ് വാർത്തകളുള്ളത്. പദ്ധതിയിൽ ഒപ്പിടാനുള്ള തീരുമാനം സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞു. CPIയുടെ എതിർപ്പ് നേരത്തെ ജിൽ സൂചിപ്പിച്ചതുപോലെ അത് തള്ളിയാണ് ഈ സർക്കാരിന്റെ തീരുമാനം. അതെ, നേരത്തെ CPIയുടെ എതിർപ്പിനെ തുടർന്ന് പലതവണ സർക്കാർ തീരുമാനം മാറ്റിയിരുന്നു. അപ്പോൾ ഇത്തവണ അത് ഒപ്പിടുമോ എന്നുള്ള കാര്യമൊക്കെയാണ് വളരെ ആകാംക്ഷാപൂർവ്വം നോക്കുന്നത്. എന്തായാലും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, SSAക്ക് അടക്കമുള്ള ഫണ്ട് 1200 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ കേരളം ചേരാത്തത് കൊണ്ട് തന്നെ. ആ ഫണ്ട് നേടിയെടുക്കുക എന്നുള്ള ആവശ്യം കൂടി കേരളത്തിന് മുന്നിലുണ്ട്. പക്ഷേ ഒരു വശത്ത് CPI ആകട്ടെ കടുത്ത എതിർപ്പ് ഉയർത്തുന്നുണ്ട്. എന്തായാലും കേന്ദ്രത്തെ അറിയിച്ച സ്ഥിതിക്ക് ഇനി ആ പദ്ധതിയിൽ ചേരുന്നതുമായി മുന്നോട്ട് പോവുക തന്നെയായിരിക്കും. അപ്പോൾ CPIയുടെ എതിർപ്പിനെ എങ്ങനെ മറികടക്കും എന്നുള്ള ആലോചനകളൊക്കെ ഉണ്ടോ സഫാൻ? ജിൽസി സൂചിപ്പിച്ചതുപോലെ തന്നെ CPIയുടെ രാഷ്ട്രീയ എതിർപ്പ് തുടരുമ്പോഴും മന്ത്രിസഭയുടെ മുൻഗണന മറികടന്നുമാണ് ഈ PM ശ്രീ സ്കൂൾ പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത്. PM ശ്രീ നടപ്പാക്കാത്തതിനാൽ 2 വർഷമായി സമഗ്ര ശിക്ഷ കേരളക്ക് SSKക്ക് കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച 1200 കോടി രൂപ നേടിയെടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. ഇത് സംബന്ധിച്ചാണ് ഇപ്പോൾ നേരത്തെ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകേണ്ടതില്ല എന്നുള്ള തീരുമാനം പുനഃപരിശോധിക്കാൻ സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതത്തോടെ മന്ത്രി V ശിവൻകുട്ടി PM ശ്രീയുമായി മുന്നോട്ട് പോകാൻ ഉദ്യോഗസ്ഥർക്ക് പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ അല്പസമയത്തിന് അകം തേടും. ഓരോ ബ്ലോക്കിലെയും തെരഞ്ഞെടുത്ത സ്കൂളിൽ പ്രത്യേകം വികസിച്ച് ദേശീയ വിദ്യാഭ്യാസ മികവ് പ്രദർശിപ്പിക്കുന്നതാണ് PM ശ്രീ പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നടപ്പാക്കുമെന്ന കാരണത്താലാണ് സർക്കാർ ഇതിൽ ചേരാൻ നേരത്തെ തയ്യാറാകാതിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ജിൽസി തന്നെ സൂചിപ്പിച്ചതുപോലെ 1200ഓളം കോടി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന് ലഭിക്കാനുണ്ട്. ഈ പദ്ധതി ചേരുക വഴി ഈ തുക നേടിയെടുക്കുക എന്നൊരു ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രീയ കാര്യത്തിനപ്പുറത്തേക്ക് ഈ പണം നേടിയെടുത്ത് നമ്മുടെ വിദ്യാഭ്യാസ മികവിന് ഉപയോഗപ്പെടുത്താമെന്നുള്ള കാര്യത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം നമ്മൾ അല്പസമയത്തിനകം ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസി, നൗഫൽ. സഫാനെ, ഇതിലുള്ളൊരു പ്രധാന പ്രശ്നം സ്കൂളിന്റെ അടിസ്ഥാന വികസനം, മറ്റു കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ഇവയിലൊക്കെ കേന്ദ്രത്തിന്റെ സഹായം ലഭിക്കും. പക്ഷേ സ്കൂളിന്റെ നയം തീരുമാനിക്കുന്നതിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസ നയം ഒക്കെ തീരുമാനിക്കപ്പെടുന്നതിൽ കേന്ദ്രത്തിന് വലിയ പങ്ക് കൈവരുകയും ചെയ്യും. ഈ ഒരു സാഹചര്യമാണ് CPI ഒക്കെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ കേരളം ഇത് അംഗീകരിക്കുമ്പോൾ, ഇതിനെ സ്വീകരിക്കുമ്പോൾ എന്താണ് കേരളം ആലോചിക്കുന്നത്? കാരണം ഇത്തരം ഈ രണ്ടാമത് പറഞ്ഞ ആശങ്കകളെ എല്ലാം പൂർണ്ണമായി പരിഹരിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണോ സർക്കാർ ഉള്ളത്? 2023-24 കേന്ദ്ര ഫണ്ടാണ് കേന്ദ്രം തടഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മന്ത്രി V ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്ന സമയത്തൊക്കെ പറയുന്നത് ഈ ഫണ്ട് നൽകാത്തതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ വരെ ഇത് കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ഫണ്ടാണ്. ഗുജറാത്തിലെയും UPയിലെയും കുട്ടികളെ കാണുന്ന പോലെ കേരളത്തിലെയും കുട്ടികളെ കാണുന്നുണ്ട്. ഈ പദ്ധതിയിൽ ചേരാത്തത് കൊണ്ട് മാത്രം ഈ ഫണ്ട് തടഞ്ഞു വെക്കാൻ കഴിയില്ല എന്നൊരു നിലപാടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ V ശിവൻകുട്ടിയുടെ ഭാഗത്തും അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നത്. ഘടകകക്ഷിയായ CPIക്കും ഈ വിഷയത്തിൽ കൃത്യമായ രാഷ്ട്രീയ എതിർപ്പ് ഉണ്ടായിരുന്നു. ഈ നൗഫൽ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പദ്ധതികൾ നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൽ നടപ്പാക്കപ്പെടുമെന്നുള്ള ആശങ്ക തന്നെയായിരുന്നു ഇതിൽ മുന്നോട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ പണം തടഞ്ഞു വെക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് അത് കോട്ടം കെട്ടാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ ആ പണം നേടിയെടുക്കുക എന്നുള്ളൊരു ന്യായമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ പദ്ധതിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതിനുള്ള കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് വരും സമയങ്ങളിൽ നിന്ന് മന്ത്രിയിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം. ശരി.